ദൈവത്തിൻ്റെ അത്രമേലുള്ള സാന്നിധ്യ ശക്തി അനുഭവിച്ചു. രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും വരുന്ന ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചു. പക്ഷേ ഈ ജനത്തിൻ്റെ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് വചനം പറയുന്നു. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു സ്വഭാവ രീതി, ഈ ജനം പിറുപിറുത്തു. തൊട്ടടുത്ത അധ്യായം എന്ന് വായിച്ച് 16-ാം അധ്യായം 2-ാം തിരുവചനം. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. കണ്ടോ, ഇവർ ഒന്നടങ്കം. നേരത്തെ കുറച്ചുപേരെ ഉള്ളെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഇസ്രായേൽ ജനം മുഴുവൻ. നേരത്തെ ആദ്യം മോശയ്ക്കെതിരെ മാത്രമായിരുന്നു, ഇപ്പോൾ ഒരുത്തനും കൂടെ ഉണ്ട്. ആരാണ്? അഹറോൻ. മോശയ്ക്കും അഹറോനുമെതിരെ ഇസ്രായേൽ ജനം മുഴുവൻ പിറുപിറുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ഈ യാത്രയിലുടനീളം ഇവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ പിറുപിറുക്കുന്ന മുറുമുറുക്കുന്ന സ്വഭാവം. ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാതിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ പല അനുഭവങ്ങളിലൂടെയും ദൈവം കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? നീയും ഞാനുമാണ്. നീ ഇസ്രായേലാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നീ ഇസ്രായേലാണ്. നീ ഇസ്രായേലാണ് എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം, ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ നീയാണെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവം ഇതുപോലെ വൻ കാര്യങ്ങൾ നിന്റെ മേൽ ചെയ്യുമ്പോൾ നിന്റെ പ്രതികരണം എന്താണ്? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന, ദൈവമേ, എൻ്റെ സ്വഭാവവും ഇങ്ങനെ ഈ പിറുപിറുപ്പിൻ്റെ അല്ലേ, ദേഷ്യത്തിൻ്റെ, അസ്വസ്ഥതയുടെ ഒരു സംസാര ശൈലിയുമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ മോശയ്ക്കെതിരെ പിറുപിറുക്കുക, അഹറോനെതിരെ പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ആർക്കെതിരെയുള്ള പിറുപിറുപ്പാണ്? ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പാണ്. നിങ്ങളൊന്ന് വായിച്ചേ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ചാപ്റ്റർ 16 വേഴ്സ് 7. 16-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചേ. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു.